ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലീഗൽ ഡയസ്. ഈ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൈവറ്റ് ഇൻ്റർനാഷണൽ ലോ എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ ബാലൻസ് ആണ്. അപ്പോൾ നമ്മൾ അതിനകത്ത് സക്സസീവ് സ്റ്റേജസ് ഓഫ് കേസസ് കണ്ടെയ്നിങ് ഫോറിൻ എലമെൻറ്റ് എന്നുള്ളൊരു ടോപ്പിക്കായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുകയെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടാണ് ഇത് കാണാനായിട്ട്. നമ്മൾ ആ ഒരു ടോപ്പിക്കിൻ്റെ തന്നെ ഇനി ബാലൻസ് പോയിൻറ്റ്സ് ആണ് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് സ്റ്റേജായിട്ടുള്ള ജൂറിസ്ട്രിക്ഷൻ ഡിറ്റർമൈൻ ചെയ്യുന്ന ആ ഒരു പോയിൻ്റ് പറഞ്ഞായിരുന്നു. അതിനകത്ത് വരുന്ന കേസുകളും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ രണ്ടാമത് പറയാൻ പോകുന്ന സ്റ്റേജാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ് ഓഫ് ആക്ഷൻ എന്നുള്ളത്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ് ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കോസ് ഓഫ് ആക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇതിന് മുന്നത്തെ വീഡിയോയിലും പറഞ്ഞതാണ്. ഒരു ആക്ഷൻ ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുമ്പം ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഡിവോഴ്സ് നടക്കുന്ന സമയത്ത് ആ കല്യാണം എപ്പോഴാണോ നടക്കുന്നത് അതാണ് കോസ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിവോഴ്സ് നടക്കുമ്പം അതിൻ്റെ അകത്ത് കോസ് ഓഫ് ആക്ഷൻ എപ്പോൾ നടന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴാണ് കല്യാണം എപ്പോഴാണ് നടന്നത് അതാണ് ഡിവോഴ്സിനുള്ള കാരണമാകുന്നത്. അപ്പോൾ കല്യാണമേ നടന്നിട്ടില്ലെങ്കിൽ ഡിവോഴ്സ് വരത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ്. അതുപോലെ ഒരു കോൺട്രാക്റ്റ് ബ്രീച്ച് ചെയ്യുമ്പോൾ കോൺട്രാക്റ്റ് എപ്പോഴാണോ നടന്നത് അതാണ് കോസ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കോസ് ഓഫ് ആക്ഷൻ്റെ തന്നെ ക്ലാസിഫിക്കേഷനാണ് രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഫോറിൻ എലമെൻ്റ് ഉള്ളൊരു കേസ് ഇംഗ്ലീഷ് കോടതിയുടെ മുന്നിൽ അഡ്ജുഡിക്കേഷന് വേണ്ടി വരുമ്പം ആദ്യം നമ്മൾ അതിൻ്റെ ജൂറിസ്ട്രിക്ഷൻ അസർട്ടൈൻ ചെയ്യും. ഇതാണ് നമ്മൾ കഴിഞ്ഞ സ്റ്റെപ്പിൽ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ കോടതി ജൂറിസ്ട്രിക്ഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? രണ്ടാമത്തെ സ്റ്റേജാണ് അവിടെ വരുന്ന കോസ് ഓഫ് ആക്ഷൻ്റെ ക്ലാസിഫിക്കേഷൻ. അത് ഏത് രീതിയിലാണ്, അതിനെ ഏത് കാറ്റഗറിയിലോട്ട് കൊണ്ടുപോകണം എന്ന് ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൻ്റെ അകത്ത് കോടതി എന്ത് ചെയ്യും? ആ ഒരു സ്യൂട്ടിൻ്റെ ശരിക്കുള്ള നേച്ചർ എന്താണെന്നൊക്കെ നോക്കും, അത് ഏത് ക്യാരക്ടറാണെന്നൊക്കെ നോക്കും. എന്നിട്ട് അതിനെ ഒരു പെർട്ടിക്കുലർ കാറ്റഗറിയിലോട്ടൊക്കെ ആക്കും. അപ്പം ഈ കോസ് ഓഫ് ആക്ഷൻ അതായത് ടോർട്ടാണോ അല്ലെങ്കിൽ കോൺട്രാക്റ്റിലാണോ വരുന്നത്, അതല്ല സക്സഷനിലാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും മാട്രിമോണിയൽ കോസാണോ, അല്ലെങ്കിൽ ഒരു ചൈൽഡിൻ്റെ ഗാർഡിയൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടാണോ. അപ്പോൾ ആ ഒരു സ്യൂട്ടിൻ്റെ നേച്ചർ നോക്കും. അതാണ് ഈ കോസ് ഓഫ് ആക്ഷൻ്റെ ക്ലാസിഫിക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ഒരു ക്ലാസിഫിക്കേഷൻ നടത്താതെ ഒരിക്കലും ഒരു ലോ അപ്ലൈ ചെയ്തിട്ട് ജഡ്ജിന് ആ ഒരു കേസ് ഡിസൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഏത് ലോ അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യം പോലും തീരുമാനിക്കണമെന്നുണ്ടെങ്കിൽ ഈ ക്ലാസിഫിക്കേഷൻ നടത്തണം. എന്ന് വെച്ചാൽ ഇപ്പോൾ കോൺട്രാക്റ്റൊക്കെ ആണെങ്കിൽ കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു നിയമം അപ്ലൈ ചെയ്യാൻ പറ്റൂ. അതുപോലെ മാട്രിമോണിയൽ കോഴ്സ് ആണെന്ന് അറിഞ്ഞാലല്ലേ അതിനുമായിട്ട് ബന്ധപ്പെട്ടൊരു നമുക്ക് ഒരു പ്രൊവിഷൻ ഉപയോഗിക്കാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യമേ കോസ് ഓഫ് ആക്ഷൻ ക്ലാസിഫൈ ചെയ്തിരിക്കണം. അപ്പം കുറേ കേസിൻ്റെ അകത്ത് ഈ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി നടക്കും. അപ്പം ഒരു സിവിൽ റോങ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ടോർട്ടാണ്. ഒരു കോൺട്രാക്റ്റിന് വന്നു കഴിഞ്ഞാൽ ഒരു ഡിവോഴ്സൊക്കെ വരുമ്പോൾ നമുക്ക് അപ്പോഴേ അറിയാം എന്താണ് ഇത് മാട്രിമോണിയൽ കോഴ്സിൻ്റെ അകത്ത് വരുന്നതാണ് എന്ന് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഓട്ടോമാറ്റിക്കലി ക്ലാസിഫിക്കേഷൻ നടക്കും. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ ഇതിനെ എന്തെങ്കിലും ഒരു ആക്ടിനെ, ആ ഒരു കോസ് ഓഫ് ആക്ഷനെ നമുക്ക് രണ്ട് കാറ്റഗറിയിലൊക്കെ വെക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പം അങ്ങനെ പറ്റത്തില്ലല്ലോ, ഏതെങ്കിലും ഒന്നിലോട്ട് ആക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പം ഈ ഇംഗ്ലീഷ് ലോ ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ട് അതിനെ പല കാറ്റഗറീസിലേക്ക് ആക്കാറുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ വരുന്നത് എന്ന് നമുക്ക് പറയുന്നത്. ഇപ്പോൾ കോൺഫ്ലിക്റ്റ് ഓഫ് ലോ വരും എന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെയാണ് കോൺഫ്ലിക്റ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ വരുന്നത്. ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ ഇംഗ്ലീഷ് ലോ പ്രകാരം ഒരു കോസ് ഓഫ് ആക്ഷൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് പല കാറ്റഗറീസായിട്ട് ക്ലാസിഫൈ ചെയ്യാണ് ഒരു ഫോറിൻ ലോ ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഫോറിൻ ലോ യൂസ് ചെയ്തുകൊണ്ടാണ് അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് നിയമപ്രകാരം അത് ആ ഒരു ഇംഗ്ലീഷ് ജഡ്ജിന് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ ഈ ഇംഗ്ലീഷ് നിയമങ്ങൾ അപ്ലൈ ചെയ്ത് ഒരു കോസ് ഓഫ് ആക്ഷൻ ക്ലാസിഫൈ ചെയ്താൽ മാത്രമേ അത് ഇംഗ്ലീഷ് കോടതിയിലെ ആ ഒരു ജഡ്ജിന് അതിനെ ട്രൈ ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതാണ് നോർമലി ഉള്ളൊരു നിയമം പറയുവാണ്. ഇംഗ്ലീഷ് ലോ പ്രകാരം ഫോറിൻ ലോ വെച്ചിട്ടാണ് നമ്മളൊരു ക്ലാസിഫിക്കേഷൻ നടത്തുന്നതെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? ആ ഇംഗ്ലീഷ് ജഡ്ജിന് അവിടെ ആ ഒരു കേസിന് ട്രൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇനി ഫ്രാൻസിൻ്റെ അകത്ത് നമ്മളൊരു ഫ്രാൻസിലെ കേസ് എടുത്ത് പറയുവാണ്. ഫ്രാൻസിൽ ഇപ്പോൾ ഒരു ഫോറിൻ എലമെൻ്റ് ഉള്ളൊരു കേസ് ഫ്രഞ്ച് കോടതിയുടെ മുന്നിൽ വരുവാണ്. അപ്പോൾ ജഡ്ജ് എന്ത് ചെയ്യും? ഒരു ഫോറിൻ ലോ അപ്ലൈ ചെയ്തുകൊണ്ട് ഈ കോസ് ഓഫ് ആക്ഷനെ അങ്ങ് ക്ലാസിഫൈ ചെയ്തു. അപ്പം ഈ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളത് മാൾട്ടീസ് മാരേജ് കേസ് എന്ന് പറഞ്ഞിട്ട് 1889 ഒരു കേസാണ്. അപ്പോൾ നമുക്ക് കേസ് എന്താണെന്ന് നോക്കാം. ഇതിൻ്റെ അകത്ത് പ്ലെയിൻറ്റിഫ് എന്ന് പറയുന്നത് ഒരു വിഡോയാണ്, ഒരു വിധവയാണ്.
അപ്പോൾ ആ ഒരു സ്ത്രീ എന്ത് ചെയ്തു, ഒരു സ്യൂട്ട് ഫയൽ ചെയ്തു. അപ്പോൾ ആ സ്യൂട്ട് എന്തിനു വേണ്ടിയായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഹസ്ബൻഡിൻ്റെ ഹസ്ബൻഡ് മരിച്ചുപോയി, അപ്പോൾ ഹസ്ബൻഡിൻ്റെ പ്രോപ്പർട്ടിയിൽ ഇവർക്കൊരു ഷെയർ വേണം. അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു സ്ത്രീ കൊണ്ട് സ്യൂട്ട് ഫയൽ ചെയ്യുന്നത്. ഫ്രഞ്ച് കോടതിയുടെ മുന്നിലാണ് കേസ് കൊടുക്കുന്നത്. അപ്പം ഈ ഒരു ലാൻഡഡ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഫ്രാൻസിലായിരുന്നു സിറ്റുവേറ്റ് ചെയ്തിരുന്നത്. അപ്പം ഇവരുടെ കല്യാണത്തിൻ്റെ സമയത്ത് ഈ ഹസ്ബൻഡും വൈഫും മാൾട്ട എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഡൊമിസൈൽഡ് ആയിട്ടുള്ളത്, ഇവർ താമസമായിരുന്നത്. അതിനുശേഷം കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഇവർ ഫ്രാൻസിൽ വന്ന് സെറ്റിലായി. എന്നിട്ട് ഫ്രഞ്ച് ഡൊമിസൈൽ ഇവർ അക്വയർ ചെയ്തു. അപ്പോൾ ആ ഒരു ഭർത്താവ് മരിക്കുന്ന സമയത്ത് ആ ഭർത്താവ് എവിടുത്തെ ഡൊമിസൈൽഡാണ്, ആ ഫ്രാൻസിൽ ഡൊമിസൈൽഡ് ആയിരുന്നു. അപ്പം ഇവിടെ ഈ ഒരു കേസിൻ്റെ അകത്ത് ഫോറിൻ എലമെൻറ്റ് ഇൻവോൾവ് ആണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ കല്യാണം കഴിക്കുന്ന സമയത്ത്, ആ ഹസ്ബൻഡും വൈഫും കല്യാണം കഴിക്കുന്ന സമയത്ത് അവരെവിടെ ആയിരുന്നു, മാൾട്ടയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ ആ ഒരു കല്യാണം വഴിയാണല്ലോ ആ ഒരു സ്ത്രീ അയാളുടെ ഭാര്യയാണ്, അതുകൊണ്ടാണല്ലോ അവർക്ക് പ്രോപ്പർട്ടിയിൽ അവകാശം വേണമെന്ന് പറഞ്ഞ് അവർ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കല്യാണം നടക്കുന്നത് മാൾട്ടയിൽ വെച്ചിട്ടാണ്, അതുകൊണ്ട് ഇതിൻ്റെ അകത്തൊരു ഫോറിൻ എലമെൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഫ്രഞ്ച് നിയമപ്രകാരം ഒരു വിധവയ്ക്ക് ആ മരിച്ച ഹസ്ബൻഡിൻ്റെ അടുത്തുനിന്ന് ഷെയർ, ആ ഹസ്ബൻഡിൻ്റെ പ്രോപ്പർട്ടിയിൽ ഷെയർ ക്ലെയിം ചെയ്യാം. അപ്പോൾ അങ്ങനെ ക്ലെയിം ചെയ്യുമ്പോൾ ഫ്രഞ്ച് നിയമപ്രകാരം എന്താണ്, അതൊരു ക്വസ്റ്റ്യൻ ഓഫ് സക്സഷൻ ടു ലാൻഡ് ആണ്, അതായത് സക്സഷൻ ലോയുടെ അണ്ടറിലാണ് വരുന്നത്. പക്ഷെ മാൾട്ടീസ് ലോ പ്രകാരം ഈ ഒരു ക്ലെയിം എന്ന് പറയുന്നത് മാട്രിമോണിയൽ റൈറ്റിലേ വരത്തുള്ളൂ. അതായത് ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ വരുന്ന അവരുടെ കല്യാണം പ്രകാരം, ആ മാരേജ് ഇതാവുന്നതനുസരിച്ച് കിട്ടുന്ന അവർക്കുള്ളൊരു റൈറ്റ്. അപ്പം ആ ഒരു ക്ലെയിമിലാണിത് വരുന്നത് എന്നാണ് മാൾട്ടീസ് ലോ പറയുന്നത്. അപ്പോൾ ഫ്രഞ്ച് കോടതി എന്ത് ചെയ്തു, മാൾട്ടീസ് ലോ പ്രകാരം നടത്തിയ ഈ ഒരു ക്ലാസിഫിക്കേഷനെ അക്സെപ്റ്റ് ചെയ്തു. എന്നിട്ട് ഈ ഒരു ക്ലാസിഫിക്കേഷൻ പക്ഷേ ഇംഗ്ലീഷ് ജഡ്ജ് ഫോളോ ചെയ്യണം എന്നില്ല, ഫോളോ ചെയ്യാൻ പറ്റത്തില്ല ഇംഗ്ലീഷ് ജഡ്ജിന്. കാര്യം ഇംഗ്ലീഷ് ജഡ്ജിന് ഫോളോ ചെയ്യണമെങ്കിൽ എന്താണ്, ആ ഒരു ഇംഗ്ലീഷ് നിയമപ്രകാരം തന്നെ വേണം ക്ലാസിഫിക്കേഷൻ നടത്താൻ. പക്ഷേ ഫ്രാൻസിൽ എങ്ങനെയാണ്, ഈ ഒരു കേസ് തന്നെ വെച്ച് നോക്കുക, ആ ഫ്രാൻസിൽ അവർ തീരുമാനം എടുത്തത് ആ മാൾട്ടീസ് കോർട്ടിൽ ഇത് മാട്രിമോണിയൽ ഇതാണെന്നും, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ കല്യാണം നടന്നത് വെച്ചിട്ടാണ് കണക്കാക്കുന്നത്. കല്യാണം നടന്നത് മാൾട്ടയിലാണ്, അതുകൊണ്ട് അത് ഫോറിൻ എലമെൻറ്റ് വരുന്നു, അത് മാട്രിമോണിയൽ റൈറ്റിൽ വരുന്നു എന്ന് മാൾട്ടീസ് ലോ പ്രകാരം ഒരു ക്ലാസിഫിക്കേഷൻ വന്നപ്പോൾ ഫ്രഞ്ച് കോർട്ട് അത് അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ ഇംഗ്ലീഷ് കോടതിക്ക് അത് പറ്റത്തില്ല. അപ്പോൾ ഇതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ് ഓഫ് ആക്ഷൻ. അപ്പോൾ നമ്മൾ നോർമലി ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏതാണ്, ഇംഗ്ലീഷ് ലോ ആണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ഫ്രഞ്ചിൻ്റെ ആ ഒരു ഫ്രാൻസിൻ്റെ കമ്പാരിസണോടെ നോക്കി വെക്കുക. മാൾട്ടീസ് മാരേജ് കേസ് എന്നാണ് ആ കേസിൻ്റെ പേര്. അപ്പോൾ ആ കേസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ പോയിന്റ് ഡിസ്കസ് ചെയ്യാം, സെലക്ഷൻ ഓഫ് ലെക്സ് കോസെ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞതിൻ്റെ അകത്ത് മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. തേർഡ് സ്റ്റേജാണ്, ഒരു ഫോറിൻ എലമെൻ്റ് ഉള്ള ഒരു കേസ് വരുമ്പോൾ അതിൻ്റെ അകത്ത് മൂന്നാമത്തെ സ്റ്റേജിൽ വരുന്ന കാര്യമാണ് ഈ ഒരു സെലക്ഷൻ ഓഫ് ലെക്സ് കോസെ എന്ന് പറയുന്നത്. എന്ന് പറയുമ്പം ഒരു ഡിസ്പ്യൂട്ട് ഡിസൈഡ് ചെയ്യുന്നതിന് ഏത് നിയമം അപ്ലൈ ചെയ്യണം. അപ്പോൾ ആ സ്റ്റെപ്പുകളായിട്ട് ഓർത്ത് വെക്കുക. ആദ്യം കോടതിക്ക് ജൂറിസ്ഡിക്ഷൻ ഉണ്ടോ ഇല്ലയോ, എങ്ങനെയാണ് ജൂറിസ്ഡിക്ഷൻ വരുന്നത് അത് നോക്കണം. രണ്ടെന്താ നോക്കുന്നത്, ക്ലാസിഫിക്കേഷൻ നടത്തുവാണ് എന്തിൻ്റെ, കോസ് ഓഫ് ആക്ഷൻ്റെ. മൂന്നാമതാണ് ഇനി ക്ലാസിഫിക്കേഷനും കഴിഞ്ഞു, പിന്നെ ഇനി എന്ത് ചെയ്യണം, ഏത് നിയമമാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കണം. അപ്പോൾ അങ്ങനെ ഈ ലെക്സ് കോസ് സെലക്ട് ചെയ്യേണ്ടത് ദെയർ ഈസ് എ ചോയ്സ് ഓഫ് ലോ റൂൾ. അപ്പം ഈ ഒരു ലെക്സ് കോസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ചോയ്സ് ഓഫ് ലോ റൂൾ ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ചോയ്സ് ഓഫ് ലോ റൂൾ വിൽ ഡിപ്പെൻഡ് അപ്പോൺ സം കണക്റ്റിംഗ് ഫാക്ടേഴ്സ് സച്ച് ആസ് ഡൊമിസൈൽ, നാഷണാലിറ്റി, സിറ്റുവേഷൻ ഓഫ് പ്രോപ്പർട്ടി, പ്ലേസ് ഓഫ് സെലിബ്രേഷൻ ഓഫ് മാരേജ് എക്സെട്ര. അപ്പോൾ ഓരോ കേസിനനുസരിച്ച് ഇപ്പം ആ ചില ഫാക്ടറുകൾ നോക്കും. ആ ഫാക്ടർ നോക്കിയിട്ടായിരിക്കും എവിടുത്തെ നിയമം അപ്ലൈ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് നിയമമാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം നോക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഡൊമിസൈൽ എന്ന് പറയുന്നത് ഒരു ഫാക്ടറാകാം. അതുപോലെ ഈ ഒരാൾ ഏത് നാഷണാലിറ്റി ആയിരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രോപ്പർട്ടിയായിട്ട് ബന്ധപ്പെട്ട ഡിസ്പ്യൂട്ട് ആണെങ്കിൽ ആ പ്രോപ്പർട്ടിയുടെ സിറ്റുവേഷൻ എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കും. പിന്നെ മാരേജുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ പ്ലേസ് ഓഫ് മാരേജ് സെലിബ്രേറ്റ് ചെയ്ത ഒരു സ്ഥലം ഏതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും അവിടെ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇപ്പം ഇംഗ്ലീഷ് പ്രൈവറ്റ് ഇൻ്റർനാഷണൽ ലോ ഡയറക്ട്സ് ദ ജഡ്ജ് ടു അപ്ലൈ ഫോറിൻ ലോ ഫോർ ഓർ പർപ്പസ് ഓഫ് ഫോറിൻ ലോ വിൽ നോട്ട് ബി കൺസിഡേർഡ് ആസ് റെലവൻറ്റ്. എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് പ്രൈവറ്റ് ഇൻ്റർനാഷണൽ ലോ ഒരു ജഡ്ജിനോട് ഫോറിൻ ലോ വേണമെങ്കിൽ ഉപയോഗിക്കാം, അപ്ലൈ ചെയ്യാം എന്നൊരു ഡയറക്ഷൻ കൊടുക്കുന്നുണ്ടെങ്കിലും എപ്പോഴും എല്ലാ പർപ്പസുകൾക്കും നമുക്ക് ഫോറിൻ ലോ അങ്ങനെ റെലവൻ്റ് ആയിട്ട് എടുക്കണമെന്നില്ല. അപ്പം ഇറ്റ് ഈസ് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ദാറ്റ് പ്രൊസീജിയറൽ മാറ്റേഴ്സ് വിൽ ബി ഗവേൺഡ് ബൈ ലെക്സ് ഫോറി. അപ്പോൾ ലെക്സ് ഫോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ഓഫ് ദ ഫോറം അല്ലെങ്കിൽ ലോ ഓഫ് ദ കോർട്ട് എന്നാണ് അതിനർത്ഥം. അപ്പോൾ ആ ഒരു സ്ഥലത്ത് നിയമം തന്നെ എടുത്താൽ മതി, ചില പ്രൊസീജിയറൽ മാറ്റേഴ്സാണ് വരുന്നതെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിൾ പറഞ്ഞതാണ്, അതായത് എന്താണ്, എപ്പോഴും നമ്മൾ ഫോറിൻ ലോ എടുക്കണം എന്നില്ല, ലെക്സ് ഫോറി എടുത്താൽ മതി. ആ ഒരു ടേം നിങ്ങൾ ഓർത്ത് വെക്കുക, ലെക്സ് ഫോറി. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിൾ വന്നത് ഏത് കേസിലാണ്? ഓഗ്ഡൻ വേഴ്സസ് ഓഗ്ഡൻ എന്ന് പറയുന്നൊരു കേസിൻ്റെ അകത്താണ്. അപ്പോൾ ഈ കേസിൻ്റെ അകത്ത് ഒരു 19 വയസ്സുള്ള ഒരാൾ ഒരു 19 വയസ്സുള്ള ഒരാൾ ഫ്രാൻസിൽ ഡൊമിസൈൽഡ് ആയിരുന്നു. ഇയാൾ എന്ത് ചെയ്തു? ഇംഗ്ലണ്ടിൽ ഡൊമിസൈൽഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചു. അപ്പോൾ ഈ പറയുന്ന 19 വയസ്സുള്ള ആ ഒരു പയ്യൻ്റെ പേരൻസിൻ്റെ കൺസെൻറ്റ് ഇല്ലാതെയാണ് ഇവർ കല്യാണം കഴിക്കുന്നത്. അപ്പോൾ ഫ്രഞ്ച് നിയമപ്രകാരം ഇത് നമ്മൾ ഫ്രാൻസിൽ വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഫ്രാൻസിൽ ഡൊമിസൈൽഡ് ആയിട്ടുള്ള ആളാണല്ലോ കല്യാണം കഴിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഫ്രഞ്ച് ലോ വെച്ചിട്ട് നമ്മൾ കാര്യം പറയുകയാണ്. നമുക്ക് ഇംഗ്ലണ്ടിലെ അതുപോലെ നോക്കാനുണ്ട്. അപ്പോൾ അത് ഓർക്കുക, ഇതിൻ്റെ അകത്ത് പയ്യൻ ഫ്രാൻസിലും സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടി എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലോ ആണ്. അപ്പോൾ ഈ ഒരു ഫ്രാൻസിലെ നിയമപ്രകാരം പേരൻസിൻ്റെ കൺസെൻറ്റോടുകൂടി വേണം കല്യാണം കഴിക്കാൻ. അപ്പോൾ ഇവർ പേരൻസിൻ്റെ കൺസെൻറ്റ്, ആരുടെ പേരൻറ്റിൻ്റെയാണ്? ആ പയ്യൻ്റെ പേരൻറ്റിൻ്റെ കൺസെൻറ്റ് ഇല്ലാതെയാണ് കല്യാണം കഴിച്ചത്. അപ്പം ഈ ഫ്രഞ്ച് ലോ പറയുന്നതാണ്, എ സൺ who has not attained 25 years of age cannot contract a marriage without the consent of his parents. അപ്പോൾ അതാണ് ഫ്രഞ്ച് ലോ എന്ന് പറയുന്നത്. 25 വയസ്സ് അറ്റൈൻ ചെയ്യാത്ത ഒരു മകൻ കല്യാണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പേരൻസിൻ്റെ കൺസെൻറ്റ് ഇല്ലാതെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു മാരേജ് കോൺട്രാക്റ്റ് ചെയ്യാൻ ആ ഒരു മകന് പറ്റത്തില്ല. അതായത് മിനിമം ഒരു 25 വയസ്സെങ്കിലും ഉണ്ടായിരിക്കണം. പക്ഷേ ഇവിടെ ആ പയ്യന് 19 വയസ്സേ ഉള്ളൂ. അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ ഹസ്ബൻഡിന് obtained a decree of annulment of marriage from the French court on the ground that the marriage was in violation of French law. ഫ്രഞ്ച് ലോയ്ക്ക് വയലേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു മാരേജ് നടന്നതെന്നും അതുകൊണ്ട് ഈ മാരേജ് വാലിഡ് അല്ല എന്നുള്ള രീതിയിൽ ഹസ്ബൻഡിന് ഒരു ഡിഗ്രി കിട്ടി. അപ്പം ഈ വൈഫ് എന്ത് ചെയ്തു? മറ്റൊരാളെ കല്യാണം കഴിച്ചു. ഇംഗ്ലണ്ടിൽ തന്നെ ഉള്ള ഒരാളെ കല്യാണം കഴിക്കുകയാണ്. അപ്പോൾ ഈ സെക്കൻഡ് മാരേജിലെ ഹസ്ബൻഡ്, അതായത് ആ ഒരു ഇംഗ്ലീഷ് മാൻ, ഇംഗ്ലണ്ടിൽ ഒരു സ്യൂട്ടിന് ഫയൽ ചെയ്യാണ് ഫോർ നള്ളിറ്റി ഓഫ് മാരേജ് ഓൺ ദ ഗ്രൗണ്ട് ദാറ്റ് ഹിസ് വൈഫ് വാസ് മാരീഡ് ടു എ ഫ്രഞ്ച് മാൻ അറ്റ് ദ ടൈം ഓഫ് ഹിസ് മാരേജ് വിത്ത് ഹെർ. എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവർ തമ്മിൽ കല്യാണം കഴിക്കുന്ന സമയത്ത് ആ ഒരാളുടെ ഭാര്യ ഇതിനു മുന്നേ ഒരു ഫ്രഞ്ച് മാനെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ ഈ മാരേജ് നള്ളാണ് അല്ലെങ്കിൽ വോയിഡ് ആണെന്ന് വേണം, ആ ഒരു നള്ളിറ്റി ഓഫ് മാരേജ് ഡിക്ലെയർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് സ്യൂട്ട് ഫയൽ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് കോടതിയുടെ മുന്നിൽ വന്ന ആ ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫ്രഞ്ച് കോടതിയുടെ ജഡ്ജ്മെൻറ്റിനെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണോ വേണ്ടായോ, ഇതാണ് ഇവിടുത്തെ ചോദ്യം. അപ്പോൾ ഫാക്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ഒന്ന് ഓർക്കുക, 2 പേരുണ്ടായിരുന്നു. ഫ്രഞ്ച് നിയമപ്രകാരം പേരൻസിൻ്റെ കൺസെൻറ്റ് ഇല്ലാതെ കല്യാണം കഴിക്കരുത്, 25 വയസ്സെങ്കിലും മിനിമം വേണം. പക്ഷേ കൺസെൻറ്റ് ഇല്ലാതെ കല്യാണം കഴിച്ചു. അപ്പം അത് ഫ്രാൻസിലെ നിയമമാണ്, പയ്യനാണ് ഫ്രാൻസിലുള്ളത്. അപ്പോൾ ആ ഒരു ഗ്രൗണ്ട് വെച്ചിട്ട് തന്നെയാണ് ഈ മാരേജ് ഇത് ഡിഗ്രി വന്നത്. അപ്പോൾ അത് ഫ്രഞ്ച് ലോയ്ക്ക് വയലേഷൻ ആണെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഈ വൈഫ് പോയി ഒരു ഇംഗ്ലണ്ടിലുള്ള ഒരാളെ കല്യാണം കഴിക്കുന്നതും. അപ്പം ആ ഒരു ഇംഗ്ലീഷ് കോർട്ടിലാണ് ഇയാൾ കൊണ്ട് കേസ് കൊടുക്കുന്നത്. എന്താണ്, ഫ്രഞ്ച് മാനെ ഇതിനു മുന്നേ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്താണ് നേരത്തെ ഉള്ള ആളുമായിട്ട് കല്യാണം കഴിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് വേണം, ഇയാൾക്ക് നള്ളിറ്റി ഓഫ് മാരേജിൻ്റെ ഡിഗ്രി വേണം എന്ന് പറയുന്നത്. അപ്പോൾ ഓൾറെഡി ഫ്രഞ്ച് കോർട്ട് ആദ്യത്തെ മാരേജിനെ നള്ളാണെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അത് ഇവിടെ കൺസിഡർ ചെയ്യേണ്ടതുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ.
അപ്പോൾ ഇംഗ്ലീഷ് കോടതി പറഞ്ഞ കാര്യമാണ് ഈ ഫ്രഞ്ച് കോടതിയുടെ ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത് വാസ് ബേസ്ഡ് അപ്പോൺ ദ പ്രിൻസിപ്പിൾ ദാറ്റ് ദ ഹസ്ബൻഡ് ഹാസ് നോട്ട് ഒബ്റ്റെയിൻഡ് കൺസെൻറ്റ് ഓഫ് ദ പേരൻസ്. അപ്പോൾ ആദ്യമേ നമ്മൾ പറഞ്ഞു ഫ്രഞ്ച് കോടതി ആ ഒരു ഡിഗ്രി കൊടുത്തത് എന്ത് കാരണമാണ്, ആ ആദ്യത്തെ ഹസ്ബൻഡ് അതായത് ആ ഒരു ഫ്രാൻസുകാരൻ ഈ പേരൻസിൻ്റെ കൺസെൻറ്റ് ഇല്ലാതെ കല്യാണം കഴിച്ചു എന്നുള്ള ഗ്രൗണ്ടിലാണ് ആ ഒരു മാരേജ് നള്ളാണെന്ന് ഡിക്ലെയർ ചെയ്തത് ആ ഒരു ഫ്രഞ്ച് കോടതി ജഡ്ജ്മെൻറ്റ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ജഡ്ജ് പറയുകയാണ് പേരൻസിൻ്റെ കൺസെൻറ്റ് എന്ന് പറയുന്നത് ഈസ് ഓൺലി എ പ്രൊസീജിയറൽ മാറ്റർ, അതൊരു പ്രൊസീജിയറൽ മാറ്ററാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം പ്രൊസീജിയറൽ മാറ്റേഴ്സ് വിൽ ബി ഗവേൺഡ് ബൈ ലെക്സ് ഫോറി. ലെക്സ് ഫോറിയാണ് പ്രൊസീജിയറൽ മാറ്റേഴ്സ് ഗവേൺ ചെയ്യുന്നത്. ലെക്സ് ഫോറി എന്ന് പറയുമ്പോൾ എന്താണ്, ആ ഒരു ഫോറം അല്ലെങ്കിൽ ആ ഒരു കോടതിയുടെ നിയമമാണ് എന്ന് പറയുമ്പം ഇംഗ്ലീഷ് നിയമമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഇംഗ്ലീഷ് നിയമപ്രകാരം ഫോർ വയലേഷൻ ഓഫ് എ പ്രൊസീജിയറൽ റൂൾ എ മാരേജ് cannot be declared null and void. Thus the English judge has not recognized the French judgment and held the marriage with the French man is still subsisting. അപ്പം ഇവിടെ എന്താ പറയുന്നത്, ആ ഒരു ഇംഗ്ലീഷ് നിയമപ്രകാരം ഈ പ്രൊസീജിയറൽ റൂള്, അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, സമ്മതം ചോദിക്കുന്നത് ഒരു പ്രൊസീജിയറൽ റൂളാണ്. അങ്ങനെ ഒരു പ്രൊസീജിയറൽ റൂള് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കാരണം വെച്ചുകൊണ്ട് ഒരിക്കലും ഒരു മാരേജിനെ നള്ളെന്നോ വോയിഡെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇംഗ്ലീഷ് കോടതി അതുകൊണ്ട് പറഞ്ഞു ഈ ഫ്രഞ്ച് കോടതിയുടെ ജഡ്ജ്മെൻറ്റ് കണക്കിലെടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എന്താണ്, അവരുടെ മാരേജ് ഡിസോൾവ് ആയിട്ടില്ല, മാരേജ് ഇപ്പോഴും സബ്സിസ്റ്റിംഗ് ആണ്, ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇംഗ്ലീഷ് കോടതി എന്ത് പറയുന്നുണ്ട്, സെക്കൻഡ് മാരേജ് നള്ളും വോയിഡും ആണ് എന്നുള്ളൊരു കാര്യം പറയുന്നത്. അപ്പോൾ വീട്ടുകാരുടെ സമ്മതം വാങ്ങിച്ചില്ല എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു പ്രൊസീജിയറൽ റൂളാണ്. അതാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഓർത്ത് വെക്കേണ്ട പോയിന്റ്. പ്രൊസീജിയറൽ മാറ്റേഴ്സ് വരുമ്പം ഏത് നിയമം എടുത്താൽ മതി, ലെക്സ് ഫോറി എടുത്താൽ മതി. അതാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് നമുക്ക് ഓർത്തിരിക്കേണ്ട പോയിന്റ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഓഗ്ഡൻ വേഴ്സസ് ഓഗ്ഡൻ എന്ന് പറയുന്ന കേസ് പറയുന്നത്. അപ്പോൾ ഈ സെയിം പാർട്ടീസിൻ്റെ പേര് തന്നെ ഈ ഓഗ്ഡൻ വേഴ്സസ് ഓഗ്ഡൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് പാർട്ടീസ്, അതുകൊണ്ടാണ് പേരങ്ങനെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആ ഒരു കേസ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ഇനി നമുക്ക് നാലാമത് പഠിക്കാനുള്ളത് റെൻവോയി എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക്കാണ്. ഡോക്ട്രിൻ ഓഫ് റെൻവോയി എന്ന് പറഞ്ഞുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അത് നമുക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഡോക്ട്രിൻ ഓഫ് റെൻവോയി എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, ആൻഡ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.